നമ്മുടെ നിരത്തുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ കൈയടക്കിയിരിക്കുകയാണ്. ഇലക്ട്രിക് സ്കൂട്ടർ സർവീസ് ചെയ്യുന്ന ഒരു ഷോറൂമാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സ്വാഗതം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക്. റിഫാദ് നമസ്കാരം. മോട്ടോറിക്കയിലേക്ക് സ്വാഗതം. അപ്പോൾ റിഫാദ് ഖാൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ആദ്യമേ പറയണം നമ്മൾ പ്രേക്ഷകരോട്, ഓലെ EV തുടങ്ങിയത് മുതൽ അവിടെയുള്ള ബാക്കി റിഫാദ് പറഞ്ഞോളൂ. അവിടെ ഉണ്ടായ സ്റ്റാഫാണ്, ടെക്നീഷ്യനാണ് അല്ലേ? അതാണ് നമ്മളെ ഈ വീഡിയോൻ്റെ പ്രത്യേകതയും. അപ്പം തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് യൂസ്ഡ് കാർ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ EV ആണ് ഇപ്പം നമ്മളെ നിരത്ത് ഭരിച്ചുകൊണ്ടിരിക്കുക അല്ലേ, കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് EV. അപ്പോൾ നമുക്ക് ഈ EVയുടെ സർവീസ് നമ്മളെ കോഴിക്കോട് അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ ലൊക്കേഷൻ ആദ്യം ഒന്ന് പറഞ്ഞത്. നമ്മളെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ കുന്നമംഗലം മനത്താഴത്ത് അമ്പലത്തിന്റെ അടുത്ത്. കുന്നമംഗലം മനത്താഴത്ത് അമ്പലത്തിന്റെ അടുത്ത് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഫാദുക്ക, നമ്മളിപ്പം ഈ EV സ്കൂട്ടറുകളാണല്ലോ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. അപ്പം സ്പെഷ്യലൈസ്ഡ് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ബ്രാൻഡ്? സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഓലയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ബ്രാൻഡുകളും നമ്മൾ ഒരുവിധമൊക്കെ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ഓലയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഏതൊക്കെ സേവനങ്ങളാണ് നമുക്ക് ഇവിടെ ലഭ്യമായത് ഓലേന്റെ സർവീസ്? ഓലന്റെ മെയിൻ്റെനൻസ് സർവീസ് തൊട്ട് മേജർ സർവീസ് വരെ നമുക്ക് ചെയ്യാം. എല്ലാ സർവീസുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ഈ ബാറ്ററി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ആ സേവനങ്ങൾ നമ്മൾ ബാറ്ററി ഡീപ് ഡിസ്ചാർജ് ആയാൽ നമുക്ക് അപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ സെല്ല് ബാലൻസ് ചെയ്യാൻ പറ്റും അല്ലേ? സെല്ല് റീപ്ലേസ്മെന്റ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അത് എന്താ കാരണം നിങ്ങൾ ചെയ്യാത്തതിന്റെ കാരണം? മെയിനായിട്ട് അതിൽ വരുന്ന പ്രശ്നങ്ങൾ ഇത് നോർമലി അത്ര സക്സസ് അല്ല നിലവില്. ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവുമായിരിക്കും, നമ്മൾ ചെയ്യുന്നില്ല അല്ലേ? അത് സക്സസ് അല്ലാത്തോണ്ടാണ് ചെയ്യാത്തത്. ഇപ്പൊ ഒരു EVന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാ? EV സ്കൂട്ടറിന്റെ നമ്മളെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം, ഏതൊക്കെ പാർട്ടാണ്? എല്ലാ വണ്ടിയും മൊത്തത്തിൽ പൊളിച്ചിരിക്കുകയാണ് കേട്ടോ. അതാ നമ്മൾ പ്രേക്ഷകർക്കായിട്ട് റിഫാദ് ഓരോന്നോരോന്ന് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്, ഓരോ പാർട്സ് എടുത്തിട്ട്. ഒരു ഒലേ സ്കൂട്ടറാണ്, ഫുൾ പാർട്സ് ആക്കിയല്ലേ? ഇല്ല, ബാറ്ററി ഇപ്പൊ ഇല്ല, ബാറ്ററി സർവീസിംഗിലാണ്. ബാറ്ററി ഈ പാർട്ടിലാണ് വരിക. നമ്മള് ഫൂട്രസ് കാല് വെക്കുന്ന ഭാഗത്താണ് വരിക, കാലിന്റെ അടിയിലായിട്ടാണ് വരിക. ഈ ഭാഗത്താണ് ബാറ്ററി വരിക. ഇതാണ് ഇതിന്റെ കൺട്രോൾ യൂണിറ്റ്, മോട്ടോർ കൺട്രോൾ യൂണിറ്റ്, MCU എന്ന് പറയും. MCU ആണ് ഇത് അല്ലേ? അപ്പൊ ഇതിലേക്കാണ് നമ്മൾ ബാറ്ററി നേരെ പവർ വരിക. പവർ ഇതിലേക്ക് വന്ന് മോട്ടർ നമ്മളെ മോട്ടർ ഇതിന്റെ അടിയിലാണ് വരിക അല്ലേ? അപ്പൊ ഇതിന്റെ മർമ്മപ്രധാനമായ ഭാഗമാണ്. ഫ്രണ്ട് ഏരിയയിൽ എന്തെങ്കിലും ഇതില് VCU, അത് ഈ വണ്ടി VCU റിപ്പയറിങ്ങിന് പോയതാണ്. ഇതാണ് അതല്ലേ? ഇതാണ് VCU. ഇത് എന്താണ് അതിന്റെ പർപ്പസ്? എന്താണ് വണ്ടിക്ക് ഈ ഭാഗം? ഇതിന്റെ ഒരു തലച്ചോറ് അങ്ങനെ പറയാം. വണ്ടിന്റെ ബ്രെയിൻ ആണ്. ഓക്കെ. അതിലാണ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വരിക. സോഫ്റ്റ്വെയർ അതിനകത്താണ് വരിക. നമ്മളെ പാസ്വേഡ്, ലോക്ക്, എല്ലാ കാര്യങ്ങളും അതിനകത്താണ് വരിക അല്ലേ? ഇപ്പൊ ഈയിടെയായിട്ട് കുറച്ച് കംപ്ലൈൻസ് VCUന് വരുന്നുണ്ട്, അപ്പൊ അത് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പുതിയ മോഡലിനാണോ വരുന്നത്? അല്ല, VCU പഴയ മോഡലിനാണ്, ഫസ്റ്റ് ഇറങ്ങിയ മോഡൽ. ഇപ്പൊ പുതിയ മോഡലിന് സാധാരണയായി കണ്ടുവരുന്ന കംപ്ലൈന്റുകൾ, സ്ഥിരമായിട്ട് വരുന്ന എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടോ? ഇപ്പൊ ഈയിടെ ബാറ്ററി, മോട്ടർ, കൺട്രോൾ യൂണിറ്റിനൊക്കെ കംപ്ലൈന്റ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ മുമ്പേ നമ്മളെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടിരുന്നു, ഒലയുടെ സ്കൂട്ടറുകൾ കത്തിപ്പോകുന്നു, തീ പിടിക്കുന്നു എന്നൊക്കെ പറയാൻ. അതിനെന്തായിരിക്കും കാരണം? എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അതില്? ഞാനിതുവരെ അങ്ങനെ അറിഞ്ഞിട്ടില്ല. വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓലന്റെ ബാറ്ററിന്റെ സിസ്റ്റം എന്ന് വെച്ചിട്ട് അത് കത്തൂല. കത്താത്തൊരു സിസ്റ്റത്തിലാണ് അവര് ബിൽഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ പിന്നെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒല തുടക്കത്തിൽ ഉണ്ടായിരുന്നൊരു ടെക്നീഷ്യൻ എന്ന് പറഞ്ഞല്ലോ, ഒല EV സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ. അപ്പം അത് മുതലുള്ള റിഫാദുക്കയുടെ അനുഭവം എന്താണ്? മറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകളെ അപേക്ഷിച്ച് ഒലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ഗുണങ്ങളുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയണ ഓല നല്ലൊരു വണ്ടിയാണ്. പക്ഷെ അവർക്ക് കറക്റ്റ് സർവീസ് കിട്ടാത്തോണ്ടാണ് അത്
പ്രോബ്ലംസിലേക്ക് പോകുന്നത്. അതായത് ഒരു മികച്ച EV സ്കൂട്ടർ തന്നെയാണ്. EV സ്കൂട്ടറാണ്. അതിന് മെയിൻ്റെനൻസ് സർവീസ്, പീരിയോഡിക് സർവീസ് ഒന്നും ഇല്ല കമ്പനിയിൽ. സാധാ ബാക്കി വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഏതൊക്കെ ആണെങ്കിൽ ഒരു 5000 കിലോമീറ്റർ കൂടുമ്പോൾ സർവീസ് ഉണ്ടാവും. ആ സർവീസ് എടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ വാറണ്ടി കട്ടാവുകയും ചെയ്യും. ഒലക്ക് അങ്ങനല്ല. ഇത് എപ്പം ഡെഡ് ആവുന്നോ ചിലപ്പോ ആ 5000ന്റെ പകരം 20000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. അപ്പൊ അതായത് പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാണ്. ഇപ്പൊ നമ്മളെ കസ്റ്റമർ തന്നെ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ ഉണ്ട്. ഇപ്പൊ നല്ല രീതിക്ക് ഓടുന്നുണ്ട്, അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഈ നല്ല EV സ്കൂട്ടർ ആണ് കറക്റ്റ് മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അല്ലേ. പിന്നെ അവരെ സോഫ്റ്റ്വെയറിലുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് നമ്മളെ ഈ ഫോണിലൊക്കെ സംഭവിക്കുന്നവര് ഡിസ്പ്ലേ അടിച്ചു പോകാന്ന്. അതുപോലെയാണ് ഈ VCUലൊക്കെ വൈറ്റ് ഡിസ്പ്ലേ ആയി പോവുക. അപ്പൊ നമ്മളിപ്പം ഇവിടെ ഏതൊക്കെ സർവീസുകളാണ് ചെയ്യുന്നത് സ്പെഷ്യലൈസ് ചെയ്തിട്ട്? ഇവിടെ ഒലന്റെ നമ്മളെ MCU റിപ്പയർ ചെയ്യും, VCU റിപ്പയർ ചെയ്യും, ഒരു പരിധി വരെ വയറിംഗ് ഹാർനസ് ചെയ്യും. പിന്നെ നമ്മളെ ഈ ടയർ മാറ്റം ഉണ്ടല്ലോ. അപ്പൊ എല്ലാ EVക്കും അങ്ങനെ പുറമേ നിന്ന് നമുക്ക് ടയർ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മള് ടയർ ഇവിടെ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വെക്കുന്നില്ല. പക്ഷെ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ ആ റേറ്റിൽ ചെയ്തു കൊടുക്കും. അതേ റേറ്റിൽ ചെയ്തു കൊടുക്കും. അതായത് ഇതിന്റെ മോട്ടർ വരുന്നത് കൊണ്ടേ മോട്ടർ, അപ്പൊ എല്ലാരും അത് സർവീസ് ചെയ്താൽ പ്രോപ്പർ ആയിട്ട് അത് നമ്മൾ തന്നെ ഇപ്പൊ ഊരിയാ ചിലപ്പോ അതില് എറർ കാണിക്കും. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് റീസെറ്റ് ചെയ്യുമ്പോ. ബാക്കി ഏതൊക്കെ ബ്രാൻഡായിരുന്നു? ഏതർ ചെയ്യുന്നുണ്ട്. ഏതർ ഒരുവിധം. പിന്നെ ചേതക്ക് ചെയ്യുന്നുണ്ട്. ചേതക്കും മെയിൻ്റെനൻസ് വർക്കും ഒക്കെ. നമ്മളെ മെയിൻ ബാറ്ററി വർക്കൊക്കെ നമ്മളെ കൊടുവള്ളി ഷോറൂമിലാണ് നടക്കുന്നത് അല്ലേ. അപ്പൊ നമ്മളെ ഒരു ബ്രാഞ്ച് കൊടുവള്ളിയുണ്ട്. കൊടുവള്ളിയാണ് വലിയ ബ്രാഞ്ച്. ബാറ്ററി വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ബ്രാഞ്ച് കൂടെ കാണിക്കാം അല്ലേ. ഓക്കെ. ഇൻബാലൻസ് ആയി എങ്ങനെയാ നമുക്ക് ഫീൽ ചെയ്യാം? വണ്ടി ഓഫ് ആയി പോകും അല്ലേ. ബാലൻസിങ് കറക്റ്റ് അല്ലെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോകും. അപ്പൊ ഇനിയിപ്പോ സർവീസ് സെന്ററിലേക്ക് നമ്മൾ പോവാൻ നിൽക്കണ്ട, നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ. നമ്മുടെ ഷോറൂമിന്റെ പേരെന്തായിരുന്നു? EV ഡോക്ടർ. EV ഡോക്ടർ തന്നെയാണ് അല്ലേ. ഓക്കെ. നമ്മളിപ്പോൾ കാണുന്നത് ഇതാ ഓല ഇലക്ട്രിക് സ്കൂട്ടറിന്റെ MCU ആണ്. MCUവിന്റെ ഒരു ഫുൾ ഫോം എന്തായിരുന്നു? മോട്ടോർ കൺട്രോൾ യൂണിറ്റ് അല്ലേ. അപ്പൊ ഇതിലാണ് മോട്ടറിന്റെ കൺട്രോൾ യൂണിറ്റ് ആണ് ഇത് നമ്മളിവിടെ സർവീസ് ചെയ്തു അല്ലേ. ഒരു പരിധി വരെ ചില കേസുകളിൽ അതിന്റെ ബോർഡ് മാറ്റേണ്ട വരും. അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കസ്റ്റമറോട് അപ്രൂവ് എടുത്തിട്ട് മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ ചെക്ക് ചെയ്യും, റേറ്റ് പറയും. ഓക്കെ ആണെങ്കിൽ നമ്മൾ 1 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മളെ എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ടാണ് അല്ലേ. ജെൻവാണിന്റെ മോട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ 3 മാസം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ കഴിവിന്റെ പരമാവധി സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും, നമ്മൾ അത് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ. എല്ലാ കാര്യങ്ങളും കസ്റ്റമറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. കോഴിക്കോട് ഉള്ള ഒരു EV സ്കൂട്ടറിന്റെ ഒരു സർവീസ് സെന്റർ ആണ് നമ്മൾ അന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് റിഫാദ്. ഈ EV സ്കൂട്ടറിന്റെ സർവീസായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നു അല്ലെ. നമ്മളെങ്ങനെ കോഴിക്കോട് ഇങ്ങനെ ഒരു സർവീസ് സെന്റർ ഉള്ളതും കൂടെ നമ്മളെ പ്രേക്ഷകർക്ക് നമ്മളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ലൊക്കേഷൻ കുന്നമംഗലം മനത്താഴത്ത് അമ്പലത്തിന്റെ അടുത്ത്. കോഴിക്കോട് കുന്നമംഗലം മനത്താഴത്ത് അമ്പലത്തിന്റെ അടുത്ത് അല്ലേ. ഓക്കെ. അപ്പം നമ്മളെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ നമ്പർ കൊടുക്കാം. അപ്പം നിങ്ങളെ വിളിക്കേണ്ട സമയം സ്പെഷ്യലൈസ്ഡ് എങ്ങനെയെങ്കിലും ഉണ്ടോ? 10 to 7. പിന്നെ വാട്സപ്പിൽ കോൺടാക്ട് ഉണ്ടാവും അല്ലേ. നമ്മൾ കാണുന്ന എപ്പോഴാ വെച്ചാൽ നമ്മളെ പ്രവാസി സുഹൃത്തുക്കളാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അവർ ഫ്രീ ആവാൻ കുറച്ച് സമയം ലേറ്റ് ആവും. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് വെച്ചാൽ അപ്പോൾ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് റിപ്ലൈ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂടെ കൂടിയാൽ സന്തോഷമായി. നിങ്ങളെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പുതിയൊരു വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം. ബൈ.